ഇപ്പോഴൊക്കെ പലർക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹീമോഗ്ലോബിന്റെ ലെവൽ 17 മുകളിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? 18, 19 അല്ല ഹീമോഗ്ലോബിൻ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി രക്തപരിശോധന നടത്തുമ്പോഴായിരിക്കും ഇത് കാണുന്നത്. ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോയാൽ വളർച്ചയാണ്, കൂടിപ്പോയാൽ നല്ലതല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ല, രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ ലെവല് അല്പം ഉയർന്നു നിൽക്കുന്നത് രക്തത്തിന്റെ കട്ടി വർദ്ധിക്കുന്നതിനും രക്തത്തിന്റെ ഒഴുക്ക് കുറയുന്നതിനും ഇത് രക്തത്തിനകത്ത് ചെറിയ രക്തക്കട്ടകൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും. ഹാർട്ട് അറ്റാക്ക്, അതിനേക്കാൾ കൂടുതലായിട്ട് സ്ട്രോക്ക് ടെൻഡൻസി, പക്ഷാഘാതം ടെൻഡൻസിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇന്ന് ചെറുപ്പക്കാരില് കൂടുതലും പക്ഷാഘാതം, സ്ട്രോക്ക് ടെൻഡൻസി കാണുന്നതിന് ഇതും ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവല് ഒരു 17 മുകളിലേക്ക് ഉയരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് രക്തത്തിൽ ഓക്സിജന്റെ അളവ് ഒരു പരിധിക്ക് താഴേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. പ്രധാനമായിട്ടും സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഒട്ടും വ്യായാമം ചെയ്യാത്തവര്, അതേപോലെ സ്ത്രീകൾ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ഈ സാധ്യത കൂടുതലാണ്. അമിതവണ്ണമുള്ളവർക്ക് ഈ പ്രശ്നം, പ്രത്യേകിച്ച് ഓക്സിജന്റെ ഒരു ടെൻഷൻ കുറവ് ഉണ്ടെങ്കിൽ സംഭവിക്കാം. ഇതിനേക്കാൾ കൂടുതലായിട്ട് ഈ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉയരുന്നത് കൂർക്കം വലി ഉള്ളവർക്കാണ്. നമ്മൾ പതിവായിട്ട് കൂർക്കം വലിച്ചാണ് ഉറങ്ങുന്നുണ്ടെങ്കിൽ രാത്രിയിൽ രക്തത്തിൽ ഓക്സിജന്റെ അളവ് ഒരല്പം കുറയുകയും ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന് കാരണമാകുകയും ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിലോ ശ്വാസകോശ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ, ഉദാഹരണത്തിന് ആസ്മ രോഗ ടെൻഡൻസി, അലർജി ടെൻഡൻസി ഉണ്ട്, വിട്ടുമാറാതെ ചുമയുണ്ടെങ്കിലും ഹീമോഗ്ലോബിൻ കൂടാൻ കാരണമാകാറുണ്ട്. ഈ ഒരു ടെൻഡൻസി വിട്ടുമാറണം എന്നുണ്ടെങ്കിൽ ശരിയായിട്ട് നോക്കി ഇത് എന്ത് കാരണം കൊണ്ടാണ് കൂടിയെന്ന് നോക്കി ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കൂടുന്നത് പലപ്പോഴും അപകടകരമാകും.